തിരുസഭ 99. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം വിശുദ്ധ പൗലോസ്ലീഹ തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുലിഖിതമാണ്. ഞങ്ങൾ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊരു കൽപ്പന നൽകി എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുക. എന്താണ് കൽപ്പന? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഇതിൽ നിന്ന് അലസരായിരിക്കാതെ അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണം എന്ന് ദൈവം നമ്മളോട് കൽപ്പിക്കുകയാണ്. അതായത് ജോലിയുടെ മാഹാത്മ്യം ഏത് ജോലിയെയും ഉന്നതമായി കണ്ട് ഏത് ജോലി ചെയ്യാനും മടിക്കാതെ ദൈവം അനുവദിക്കുന്ന ഓരോ ജോലികളും ഏറ്റെടുത്ത് അത് അവർക്ക് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഒരു തിരിച്ചു വ്യത്യാസമില്ലാതെ ഓരോ ജോലിയും മാന്യമായി കണ്ട് ചെയ്യണം എന്ന് ഈ തിരുലിഖിത ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏത് ജോലി എന്നുള്ളതല്ല, അധ്വാനിക്കാൻ തയ്യാറായിരിക്കുക, ഏത് ജോലിയും ചെയ്യുവാൻ സന്നദ്ധനായിരിക്കുക, ഒരിക്കലും അലസരായി ഇരിക്കാൻ പാടില്ല എന്ന് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് വചനം നമ്മൾ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഒരു പക്ഷേ പുറത്ത് ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യുകയും എന്നാൽ കുടുംബത്തിലുള്ള ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പണത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ആർക്കും ഒരു മടിയുമില്ല. ശമ്പളം കിട്ടുന്ന, പൈസ കിട്ടുന്ന പുറത്തുള്ള ജോലി എത്ര മണിക്കൂർ ചെയ്ത് ശമ്പളം മേടിക്കാൻ പരിശ്രമിക്കുന്നു. എന്നാൽ വീട്ടിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ഇല്ലേ സഭയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, അതായത് ഈ ലോകത്തിൽ കൂലിയില്ലാത്ത ചില ഉത്തരവാദിത്വങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. ഇവ ചെയ്യുവാനായി മടി കാണിക്കുന്ന ചില വ്യക്തികളുമുണ്ട്. കുടുംബത്തിൽ ചിലപ്പോൾ ജീവിത പങ്കാളികളൊക്കെയായി കുഞ്ഞുങ്ങളൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിൻ്റെ ജോലി മേഖല, അതായത് ശരീരമനക്കി ചെയ്യേണ്ട ചില ജോലികൾ ജീവിത പങ്കാളിയുടേതാണെന്ന് ചിന്തിച്ച് ചിലപ്പോൾ അലസരായി ടി വി കാണുന്നതിനും ഇൻ്റർനെറ്റിൻ്റെ പുറകെയും വാട്സപ്പ് ഫേസ്ബുക്കിൻ്റെ പുറകെയും ഒക്കെ മാറി നിന്ന് അനേകം മണിക്കൂറുകൾ തങ്ങളുടെ കുടുംബത്തിലുള്ള അധ്വാനിക്കേണ്ട ജോലി ചെയ്യേണ്ട സമയങ്ങൾ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ചു കൊടുത്ത് മാറി നിൽക്കുന്ന മലസരായി കഴിയുന്ന ചില സാഹചര്യങ്ങൾ അതൊരിക്കലും അനുവദനീയമല്ല എന്ന് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്ന് പ്ലാൻ ചെയ്ത് ഒരുമയോടുകൂടി ജോലികൾ ചെയ്ത് കുഞ്ഞുങ്ങളെ നല്ല മാതൃക കാണിച്ച് വളർത്തിക്കൊണ്ട് വരുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് ജോലിയാണെങ്കിലും അത് ഭാര്യയും ഭർത്താവും ഒന്ന് ചേർന്ന് ഷെയർ ചെയ്ത് മറ്റൊരാൾക്ക് ഒരു കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്വന്തം സഹായവും മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒന്നിച്ച് സഹായിച്ച് പരസ്പരം ഒരു കുടുംബജീവിതത്തിൻ്റെ ജോലി മേഖലകൾ പങ്കുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവാനുഗ്രഹം കടന്നു വരികയാണ്. അവിടെ അധ്വാനിക്കാൻ മടിയില്ലാതെ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ മടിയില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ അത് അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ മറ്റ് പുറത്തേക്കുള്ള ജോലിയൊക്കെ ആണെങ്കിലും എപ്പോഴും അധ്വാനിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ പാഴാക്കാതെ അധ്വാനിച്ച് ദൈവം നൽകുന്ന ജോലിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അധ്വാനിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന 2 കാര്യമുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഒന്ന്, ഈ ലോക ജീവിതത്തിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. 2, നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൻ്റേതായ ഒരു സാഹചര്യങ്ങളിൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അധ്വാനിച്ച് നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാതിരിക്കുന്നത് അപകടകരമാണ്.
ഭാരമാണ്. എന്നാൽ നിത്യരക്ഷ ലക്ഷ്യമാക്കി മാത്രം ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചില സഹോദരങ്ങൾ ചെയ്യുന്നത് പോലെ എപ്പോഴും പ്രാർത്ഥനയിൽ മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി ഈ ലോകത്ത് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാതെ അത് മടിയോടുകൂടി ഏറ്റെടുത്ത് പ്രാർത്ഥനയിൽ ഒരുപക്ഷെ ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളും ഒരിക്കലും പ്രശംസനീയമല്ല. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയം ഈ ലോകത്തിനോട് അധ്വാനിക്കാനും അതോടൊപ്പം തന്നെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുമുള്ള വിളിയാണ് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. അധ്വാനിക്കണം. അതായത് ഈ ലോകത്തിൽ നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയും നമ്മൾ അധ്വാനിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അല്പസമയം മാറ്റിവെച്ച് കഴിയുമ്പോൾ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള സമയവും നമ്മൾ കണ്ടെത്തണം. പ്രാർത്ഥിക്കാനും ജാഗരണ പ്രാർത്ഥനകൾക്ക് പോകുവാനും ധ്യാനങ്ങൾ കൂടുവാനും വചനം വായിക്കുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും അങ്ങനെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുമുള്ള സമയം എല്ലാ ദിവസവും നമ്മൾ കണ്ടെത്തണം. മനുഷ്യൻ ആത്മാവും ശരീരവും നിറഞ്ഞ വ്യക്തിയായതിനാൽ ഈ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ അധ്വാനിക്കും. ആത്മാവിന് നിത്യരക്ഷ എത്തിക്കുവാനായി നമ്മൾ ആത്മീയ ജീവിതത്തിലും മാന്യം കൂടാതെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അധ്വാനിക്കാനുള്ള കൃപ, തീക്ഷ്ണതയാതെ അധ്വാനിക്കാനുള്ള കൃപ, അത് ലാഭേച്ഛയോട് കൂടിയല്ല, മറിച്ച് എനിക്ക് എന്തെങ്കിലും നേട്ടമുള്ളതാണ് ആണെങ്കിലും, അത് പണം എനിക്ക് ലഭിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ നന്മ ചെയ്യാനായിട്ട് എനിക്ക് അധ്വാനിക്കാനൊരു അവസരം കിട്ടുമ്പോൾ അധ്വാനിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി അധ്വാനിക്കുകയും ഒപ്പം നിത്യരക്ഷയ്ക്ക് വേണ്ടി തീഷ്ണതയോടുകൂടി മാന്യം കൂടാതെ അധ്വാനിക്കുകയും ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ഇപ്രകാരം സർവശക്തനായ ദൈവം അധ്വാനിക്കുവാൻ അലസരാകാതെ മടി കൂടാതെ അധ്വാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വിജയം വരിക്കുവാനും നിത്യരക്ഷ പ്രാപിക്കുവാനും സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.